നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിലെ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന ടോപ്പിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് ആണ്. സെൻറ്റൻസുകളും സെൻറ്റൻസിൻ്റെ കൈൻഡ്സും. അതായത് ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ പാർട്ടിലാണ് കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് തരം സെൻറ്റൻസ് ആണ്, അതുപോലെ ഇൻ്റർചേഞ്ചിങ് സെൻറ്റൻസ് എന്നൊരു പാറ്റേണിലും ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് ഒരു ടൈപ്പ് സെൻറ്റൻസ് തന്നിട്ട് അതിനെ മറ്റൊരു ടൈപ്പിലേക്ക് മാറ്റി എഴുതുക എന്ന രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിൽ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ഇൻ്ററോഗേറ്റീവ്, അതുപോലെ ഇമ്പരേറ്റീവ്, അതുപോലെ എക്സ്ക്ലമേറ്ററി. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് ആണ്. അതായത് സിമ്പിൾ സെൻറ്റൻസ് എന്താണ്, കോമ്പൗണ്ട് എന്താണ്, അതുപോലെ കോംപ്ലക്സ് എന്താണ്, കോമ്പൗണ്ട് കോംപ്ലക്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ്, ഇവ എങ്ങനെ കണ്ടെത്താം, ഇവ എങ്ങനെ തിരിച്ച് എഴുതാൻ കഴിയും, ഇതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് നമുക്ക് 4 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സിമ്പിള്, രണ്ടാമത്തത് കോമ്പൗണ്ട്, മൂന്നാമത്തത് കോംപ്ലക്സ്, നാലാമത്തത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. അപ്പോൾ എത്ര കൈൻഡ്സ് ഉണ്ട്? സിമ്പിൾ സെൻറ്റൻസ് ഉണ്ട്, രണ്ടാമത്തെ കോമ്പൗണ്ട് സെൻറ്റൻസ്, മൂന്നാമത്തത് കോംപ്ലക്സ് സെൻറ്റൻസ്, നാലാമത്തത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. ഇനി നമുക്ക് 4 തരം അല്ലെങ്കിൽ കൈൻഡ്സ് ആണ്, കൈൻഡ് സെൻറ്റൻസുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ നേരത്തെ പഠിച്ച പോലെ സെൻറ്റൻസുകളുടെ ഒരു യോജിപ്പാണ് അല്ലെങ്കിൽ കോമ്പിനേഷനാണ് ഇത്തരം സെൻറ്റൻസുകളായിട്ട് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലാദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് മെയിൻ ക്ലോസ്, അതുപോലെ എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്നത് നമ്മളൊന്ന് പഠിച്ചു വയ്ക്കണം. എന്താണ് മെയിൻ ക്ലോസ്, അതുപോലെ എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്നത് നമ്മൾ പഠിക്കണം. അപ്പം മെയിൻ ക്ലോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൻ്റെ മറ്റൊരു പേരാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, അതിൻ്റെ മറ്റൊരു പേരാണ് ഡിപ്പെൻഡഡ് ക്ലോസ്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, പ്രിൻസിപ്പിൾ ക്ലോസ്. ഇപ്പം മെയിൻ ക്ലോസിൻ്റെ 3 പേരുകളാണ്. ഒന്ന് മെയിൻ ക്ലോസ് എന്ന് പറയാം, രണ്ടാമത്തെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയാം, മൂന്നാമത്തത് പ്രിൻസിപ്പിൾ ക്ലോസ് എന്ന് പറയാം. എന്താണ് ഈ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അല്ല എങ്കിൽ പ്രിൻസിപ്പിൾ ക്ലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മീനിങ് നൽകുന്ന സെൻറ്റൻസുകൾക്ക് പറയുന്ന പേരാണ് മെയിൻ ക്ലോസ്. പൂർണ്ണ അർത്ഥം നൽകുന്ന സെൻറ്റൻസുകൾക്ക് പറയുന്ന പേരാണ് മെയിൻ ക്ലോസ്. ഇനി എന്താണ് ഈ സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഡിപ്പെൻഡഡ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ഡിപ്പെൻഡഡ് ക്ലോസ്. അപ്പോൾ എന്താണ് ഈ ഡിപ്പെൻഡഡ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മീനിങ് നൽകാത്ത സെൻറ്റൻസുകൾക്ക് പറയുന്ന പേരാണ് ഡിപ്പെൻഡഡ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ്. ഡിപ്പെൻഡഡ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ്. അപ്പം നമ്മൾ 2 കാര്യങ്ങളാണ് ഒന്ന് പറഞ്ഞത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എന്താണ് മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു, പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസുകൾ മെയിൻ ക്ലോസിന് പറയുന്ന വ്യത്യസ്തമായ പേരുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, പ്രിൻസിപ്പിൾ ക്ലോസ്. ഇനി എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു, കംപ്ലീറ്റ് മീനിങ് നൽകാത്ത സെൻറ്റൻസ്. ഇവയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഡിപ്പെൻഡഡ് ക്ലോസ് എന്നും പറയും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ 4 ടൈപ്പ് അല്ലെങ്കിൽ 4 കൈൻഡ് സെൻറ്റൻസുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കി, അതിൽ ആദ്യത്തേതാണ് സിമ്പിൾ സെൻറ്റൻസ്. എന്താണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ക്ലോസ് മാത്രം വരുന്ന സെൻറ്റൻസുകൾക്ക് പറയുന്ന പേരാണ് സിമ്പിൾ സെൻറ്റൻസ്. മെയിൻ ക്ലോസ് മാത്രം വരുന്ന സെൻറ്റൻസ്, അതായത് പൂർണ്ണ അർത്ഥമുള്ള ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് മെയിൻ ക്ലോസ് എന്ന് പറയും. കംപ്ലീറ്റ് മീനിങ് വരുന്ന ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് മെയിൻ ക്ലോസ്. ഓക്കെ, ഇനി നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. ഹി ഈസ് എ ഡോക്ടർ. ഇതൊരു കംപ്ലീറ്റ് മീനിങ് അല്ലേ? അതായത് സബ്ജക്റ്റും വെർബും വരുന്ന സെൻറ്റൻസ്, സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് എന്ന പാറ്റേണിൽ വരുന്ന സെൻറ്റൻസ്. അപ്പോൾ ഹി ഈസ് എ ഡോക്ടർ, ഇതൊരു കംപ്ലീറ്റ് മീനിങ് നൽകുന്നു, ഒരു കംപ്ലീറ്റ് മീനിങ് വരുന്ന സെൻറ്റൻസ്, സിമ്പിൾ സെൻറ്റൻസ് ആണ്.
രണ്ടാമത്തത് ദ സ്കൈ ഈസ് ബ്ലൂ, എക്സാമ്പിൾ ഫോർ സിമ്പിൾ സെന്റൻസ് ആണ്. അതേപോലെ ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? സിമ്പിൾ സെന്റൻസിന് എക്സാമ്പിൾ. കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് ഇത്രയും എളുപ്പത്തിൽ ചോദിക്കാറില്ല. ചില വാക്കുകൾ അല്ലെങ്കിൽ ചില വാക്കുകളിൽ തുടങ്ങുന്ന സെന്റൻസ് അല്ലെങ്കിൽ ചില വാക്കുകൾ വരുന്ന സെന്റൻസിനെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. അതിലാണ് ചോദ്യങ്ങൾ കൂടുതലും വരുന്നത്. നോക്കിയേ, തന്നിരിക്കുന്ന സെന്റൻസ് ഇൻസ്പൈറ്റ് ഓഫ്, ഒന്നാമത്തെ വാക്ക് ഏതാ? ഇൻസ്പൈറ്റ് ഓഫ്. രണ്ടാമത്തെ ഡസ്പൈറ്റ്, രണ്ടാമത്തെ വാക്ക് ഡസ്പൈറ്റ്. അല്ലെങ്കിൽ ING, അല്ലെങ്കിൽ 2+V1. അതുപോലെ ബിസൈഡ്സ്, ടു ടു, ഇനഫ് ടു. ഈ വാക്കുകൾ വരുന്ന സെന്റൻസ് എല്ലാം സിമ്പിൾ സെന്റൻസ് ആണ്. ഇതാണ് പരീക്ഷയ്ക്ക് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വാക്കാ? ഇൻസ്പൈറ്റ് ഓഫ്, ഡസ്പൈറ്റ്, ING, 2+V1, ബിസൈഡ്സ്, ടു ടു, ഇനഫ് ടു. ഇത്തരം വാക്കുകൾ വരുന്ന സെന്റൻസിനെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. ഒരു സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഇൻസ്പൈറ്റ് ഓഫ് എന്ന വാക്കിലായിരിക്കാം, അല്ലെങ്കിൽ ഡസ്പൈറ്റ്, അല്ലെങ്കിൽ INGയിൽ തുടങ്ങുന്ന സെന്റൻസുകൾ, അല്ലെങ്കിൽ ബിസൈഡ്സിൽ തുടങ്ങുന്ന സെന്റൻസ്. ഒരു സെന്റൻസിന്റെ തുടക്കത്തിലോ സെന്റൻസിനുള്ളിലോ 2+V1 വന്നാൽ, അതായത് ടു ഗോ, ഇങ്ങനെയുള്ള വാക്കുകൾ, ടു ഗോ, ടു ഡാൻസ്, അല്ലെങ്കിൽ ടു ടു ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനഫ് ടു ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. അത്തരം സെന്റൻസുകൾക്ക് വിളിക്കുന്ന പേര് സിമ്പിൾ സെന്റൻസ്. അപ്പൊ വാക്കുകൾ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ: ഇൻസ്പൈറ്റ് ഓഫ്, ഡസ്പൈറ്റ്, ING, 2+V1, ബിസൈഡ്സ്, ടു ടു, ഇനഫ് ടു എന്നീ വാക്കുകൾ വരുന്ന സെന്റൻസിനെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. നോക്കിയേ, ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ഫീവർ ഷീ അറ്റൻഡഡ് ദ ക്ലാസ്. നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് എന്ന വാക്കിൽ തുടങ്ങിയിരിക്കുന്നു, നമുക്ക് എന്തെന്ന് വിളിക്കാം? സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. സീയിങ് എ ഡോഗ് ഷീ റാൻ അവേ. സീയിങ് എന്ന് പറയുന്ന ING ആണ്. ING തുടങ്ങിയുള്ള സെന്റൻസിനെ എന്തെന്ന് വിളിക്കാം? സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. അടുത്ത് നോക്കിയേ, ഹിയറിംഗ് ദ നോയിസ്. ഹിയറിംഗ് ദ നോയിസ്, ഐ വോക്ക് അപ്പ്. ഹിയറിംഗ് എന്ന് പറയുന്ന ING തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അതിനെ സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. ബീയിങ് ഫൈൻ, ഹി അറ്റൻഡഡ് ദ ക്ലാസ്. ബീയിങ് എന്ന് പറയുന്നത് ING തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാം? സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. ഹാവിങ് ഫിനിഷ്ഡ് ദ വർക്ക് ഹി ടുക്ക് റെസ്റ്റ്. ഹാവിങ് എന്ന് പറയുന്ന ING തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അതിനെ സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. ഹി ഈസ് ടു ടയേർഡ് ടു വാക്ക്. കണ്ട, ടു ടു വന്നിരിക്കുന്നു, അതുകൊണ്ട് അതിനെ എന്താന്ന് വിളിക്കാം? സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. ഐ വാസ് വെരി ഹാപ്പി ടു റീഡ് യുവർ ലെറ്റർ. 2+V1, ടു റീഡ്, ഇതാ വന്നിരിക്കുന്നു, അതുകൊണ്ട് അതിനെ എന്താന്ന് വിളിക്കാം? സിമ്പിൾ സെന്റൻസ്. അപ്പോൾ പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയാ? ഇൻസ്പൈറ്റ് ഓഫ്, ഡസ്പൈറ്റ്, ING, 2+V1, ബിസൈഡ്സ്, ടു ടു, ഇനഫ് ടു വരുന്ന സെന്റൻസ് എല്ലാം സിമ്പിൾ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിൾ സെന്റൻസ്. വളരെ എളുപ്പമാണ് കണ്ടെത്താൻ. നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് സെന്റൻസ് എന്താണ്. എന്താണ് കോമ്പൗണ്ട് സെന്റൻസ് എന്നതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയേ, രണ്ട് മെയിൻ ക്ലോസുകൾ ചേർത്ത് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് സെന്റൻസ്. രണ്ട് പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകളെ, അതായത് രണ്ട് സിമ്പിൾ സെന്റൻസ് ചേർത്ത് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് സെന്റൻസ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ പാടായിരിക്കാം, രണ്ട് സിമ്പിൾ സെന്റൻസ് ചേർന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പാടാണെന്ന് വെച്ചു എങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ചെറിയൊരു കോഡ് വയ്ക്കുക, കോഡ് വെച്ചിട്ട് വാക്കുകളൊന്ന് പഠിക്കുക. കോഡ് ഇതാണ്: ഫാൻ ബോയ്സ്. കോഡ് എങ്ങനെ പഠിക്കുക? ഫാൻ ബോയ്സ്. എഫിൽ വരുന്ന വാക്കാണ് ഫോർ. എഫിൽ വരുന്ന വാക്ക് ഫോർ. എയിൽ വരുന്ന വാക്ക് ആൻഡ്. എയിൽ വരുന്ന വാക്ക് ഏതാ? ആൻഡ്. എൻ ആണെങ്കിൽ നോറ്, ബി ആണെങ്കിൽ ബട്ട്, ഓ ആണെങ്കിൽ ഓറ്, വൈ എറ്റ്, എസ് സോ. അപ്പോൾ ഫാൻ ബോയ്സിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാ? എഫിൽ വരുന്ന വാക്ക് ഫോറ്, എ ആണെങ്കിൽ ആൻഡ്, എൻ ആണെങ്കിൽ നോറ്, ബി ആണെങ്കിൽ ബട്ട്, ഓ ആണെങ്കിൽ ഓറ്, വൈ എറ്റ്, എസ് സോ.
ഇതിലേതെങ്കിലും വാക്ക് ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം സെന്റൻസുകൾ എന്ത് സെന്റൻസ് ആയിരിക്കും? കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും. അപ്പോൾ കോമ്പൗണ്ട് സെന്റൻസിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് പറഞ്ഞ കോഡ് ഏതായിരുന്നു? ഫാൻ ബോയ്സ്. എഫിൽ വരുന്ന വാക്ക് ഏതാ പറഞ്ഞേ? എഫിൽ വരുന്ന വാക്ക് ഫോർ, എ ആണെങ്കിലോ ആൻഡ്, എൻ ആണെങ്കിൽ നോറ്, ബി ആണെങ്കിൽ ബട്ട്, ഒ ആണെങ്കിൽ ഓറ്, വൈ ആണെങ്കിൽ എറ്റ്, എസ് ആണെങ്കിൽ സോ. ഈ വാക്കുകൾ ഏതെങ്കിലും സെന്റൻസിൽ കണ്ടാൽ അത് കോമ്പൗണ്ട് സെന്റൻസ്. ഇത് കൂടാതെ ഒന്ന് രണ്ട് വാക്കുകളും കൂടെ ഉണ്ട്. ബിസൈഡ്സ് വേണ്ട, ബിസൈഡ്സ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എയ്തർ ഓർ, ഒന്നാമത്തെ വാക്ക് ഏതാ? എയ്തർ ഓർ. ഒന്നാമത്തെ വാക്ക് ഏതാ? എയ്തർ ഓർ. രണ്ടാമത്തത് നൈദർ നോർ. രണ്ടാമത്തെ വാക്ക് നൈദർ നോർ. therefore, not only but also, as well as, nevertheless, but also, അല്ലെങ്കിൽ not only but also. ഇതിൽ but also വേണ്ട, not only but also ഉണ്ട്. അതുപോലെ both and. ഇപ്പോൾ വാക്കുകൾ ഏതൊക്കെയാ? either or, therefore, not only but also, as well as, neither nor, nevertheless, both and. ഈ വാക്കുകൾ ഏതെങ്കിലും വരുന്ന സെന്റൻസിന് നമുക്ക് ഈ വാക്കുകൾ വന്നാലും അതിനെ എന്തെന്ന് വിളിക്കാം? കോമ്പൗണ്ട് സെന്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഏതൊക്കെയാ? ഫാൻ ബോയ്സിൽ പറഞ്ഞ വാക്കുകളും നമ്മൾ ഇപ്പൊ പഠിച്ച വാക്കുകളും ഇതിലേതെങ്കിലും ഒന്ന് ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം സെന്റൻസുകൾ എന്ത് സെന്റൻസ് ആയിരിക്കും? കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും. ഓക്കെ, നോക്കിയേ എക്സാമ്പിൾ നോക്കിയേ. ഷീ വെന്റ് ടു മാർക്കറ്റ്. ഷീ വെന്റ് ടു മാർക്കറ്റ്, bought some vegetables and come back. കണ്ടാ? വെന്റ് ടു മാർക്കറ്റ് ആൻഡ് എന്ന വാക്ക് വന്നിരിക്കുന്നു. ആൻഡ് വന്നു കഴിഞ്ഞാൽ അത് ഏത് സെന്റൻസ് ആണെന്ന് പറഞ്ഞു? കോമ്പൗണ്ട് സെന്റൻസ് ആണെന്ന് പഠിച്ചു. ഇനി ഷീസ് എ ചീറ്റ്, therefore no one care him. therefore എന്ന വാക്ക് വന്നിരിക്കുന്നു. therefore വന്നു കഴിഞ്ഞാൽ അത് ഏത് സെന്റൻസ് ആ? കോമ്പൗണ്ട് സെന്റൻസ് ആണെന്ന് പഠിച്ചു. ഷീ ഈസ് സ്മാർട്ട്, യെറ്റ് ഷീ സ്ട്രഗിൾ. യെറ്റ് എന്ന വാക്ക് കിടക്കുന്നു. യെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഏത് സെന്റൻസ് ആ? കോമ്പൗണ്ട് സെന്റൻസ്. ദേ ലാഫ്ഡ് അറ്റ് ദാറ്റ് ജോക്ക് ഫോർ ഇറ്റ് ഈസ് എ ഹിലാരിയസ്. നമുക്ക് ഫോർ വന്നിരിക്കുന്നു. ഫോർ വന്നിരിക്കുന്നുണ്ട്, അത് എന്ത് സെന്റൻസ് ആ? കോമ്പൗണ്ട് സെന്റൻസ്. ദ വെദർ ഈസ് നൈസ് ബട്ട് ഇറ്റ് മൈറ്റ് റെയിൻ ലേറ്റർ. ബട്ട് എന്ന വാക്ക് വന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ എന്തെന്ന് വിളിക്കാം? കോമ്പൗണ്ട് സെന്റൻസ്. അപ്പൊ നമ്മൾ കോമ്പൗണ്ട് സെന്റൻസിനെ കുറിച്ച് പറഞ്ഞ എങ്ങനെയാ? രണ്ട് മെയിൻ ക്ലോസുകൾ ചേർത്ത് പറഞ്ഞാൽ അതിന് പറഞ്ഞ പേര് കോമ്പൗണ്ട്. നമ്മൾ പഠിച്ച കോഡ് എങ്ങനെയാ? ഫാൻ ബോയ്സ്. എഫിൽ വരുന്ന വാക്ക് ഫോർ, എ ആണെങ്കിൽ ആൻഡ്, എൻ ആണെങ്കിൽ നോറ്, ബി ആണെങ്കിൽ ബട്ട്, ഒ ആണെങ്കിൽ ഓറ്, വൈ എറ്റ്, എസ് സോ. എന്ത് ചെയ്യുന്നോടെ? എസ് സോ. അപ്പൊ ഈ വാക്കുകൾ ഏത് വന്നാലും ഇത് കൂടാണ്ടാണെങ്കിലാ എയ്തർ ഓറ്, നൈദർ നോറ്, അതുപോലെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, therefore, nevertheless, both and. ഇതിലേതെങ്കിലും വാക്ക് വന്നാലും അതിന് എന്തെന്ന് വിളിക്കാം? കോമ്പൗണ്ട് സെന്റൻസ് എന്ന് വിളിക്കാം. നമ്മൾ മൂന്നാമത് പഠിക്കാൻ പോകുന്നത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. എന്താണ് കോംപ്ലക്സ് സെന്റൻസ് എന്നാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു മെയിൻ ക്ലോസും ഒന്നിലധികം, ഒന്നോ അതിൽ കൂടുതൽ സബോർഡിനേറ്റ് ക്ലോസോ, ഒന്നോ രണ്ടോ മൂന്നോ ഇങ്ങനെയുള്ള സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോംപ്ലക്സ് സെന്റൻസ്. അപ്പൊ എന്താണ് മെയിൻ ക്ലോസ് നമുക്കറിയാം, പൂർണ്ണാർത്ഥമുള്ള സെന്റൻസ്. എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്നറിയാം, അർത്ഥപൂർണ്ണത ഇല്ലാത്ത സെന്റൻസ്. ഇത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം സെന്റൻസിന് പറയുന്ന പേര് കോംപ്ലക്സ് സെന്റൻസ്. ഒരു പക്ഷേ നമുക്ക് അങ്ങനെ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ഒക്കെ കണ്ടെത്താൻ പാടായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങളൊരു കോഡ് വെച്ചിട്ട് പഠിക്കുക. കോഡ് ഇതാണ്, ശബരി UTO. കോഡ് എങ്ങനെയാ? ശബരി UTO. എസ്സിൽ വരുന്ന വാക്ക്, എസ്സിൽ വരുന്ന വാക്കാണ് ഏതാ? എസ്സിൽ വരുന്ന വാക്ക് സിൻസ്. എസ്സിൽ വരുന്ന വാക്ക് സിൻസ്. ഓയിൽ വരുന്ന വാക്ക്, സോറി എച്ചിൽ വരുന്ന വാക്കാണ് ഹൗ. എച്ചിൽ വരുന്ന വാക്ക് ഹൗ. എയിൽ വരുന്ന വാക്ക് അസ്, അസിഫ്. എയിൽ വരുന്ന രണ്ട് വാക്കുകൾ ഏതൊക്കെയാ? അസ്, അസിഫ്. അപ്പൊ ശബരിയിൽ എസ്സിൽ വരുന്ന വാക്ക് സിൻസ്, എച്ച് ആണെങ്കിൽ ഹൗ. എയിൽ വരുന്ന രണ്ട് വാക്ക് അസ്, അസിഫ്. ബിയിൽ വരുന്ന വാക്ക് ബിക്കോസ്, ബിഫോർ. ബിയിൽ വരുന്ന രണ്ട് വാക്കുകൾ ഏതൊക്കെയാ? ബിക്കോസ്, ബിഫോർ. അടുത്ത എയിൽ വരുന്ന വാക്ക് ഓൾദോ, ആഫ്റ്റർ. അടുത്ത എയിൽ വരുന്ന വാക്ക് ഏതാ? ആൾദോ, ആഫ്റ്റർ. ആറിൽ വരുന്ന വാക്ക് റെയർലി,
ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, വെൻ. റെയർലി, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, വെൻ. അതായത് റെയർലി വെന്ന്, അതുപോലെ ബെയർലി വെന്ന്, ഹാർഡ്ലി വെന്ന്, സ്കേഴ്സ്ലി വെന്ന്. ഇതിലേതെങ്കിലും വാക്കുകൾ വരും. അതിൽ വരുന്ന വാക്ക് ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. അതിൽ വരുന്ന വാക്ക് ഏതാ? ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. അപ്പൊ ശബരി മാത്രം എന്ന് പറഞ്ഞ എസിൽ വരുന്ന വാക്ക് സിൻസ്, എച്ചിൽ വരുന്ന വാക്ക് ഹൗ, എയിൽ വരുന്ന വാക്ക് അസ്, അസിഫ്, ബിയിൽ വരുന്ന വാക്ക് ബിക്കോസ്, ബിഫോർ, അടുത്ത എയിൽ വരുന്ന വാക്ക് ആൾദോ, ആഫ്റ്റർ, ആറിൽ വരുന്ന വാക്ക് റെയർലി, ബെയർലി, ഹാർഡ്ലി, വെന്ന്. ഐയിൽ വരുന്ന രണ്ട് വാക്കാണ് ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. യുയിൽ വരുന്ന വാക്ക് അൺലെസ്, യുയിൽ വരുന്ന വാക്ക് അൺലെസ്. ടിയിൽ 3 വാക്കുകളാണ് ദോ, ത്രൂ, ദാറ്റ്. ടിയിൽ വരുന്ന 3 വാക്കുകൾ ഏതൊക്കെയാണ്? ദോ, ത്രൂ, ദാറ്റ്. ഇനി ഡബ്ല്യൂയിൽ വരുന്ന കുറച്ചധികം വാക്കുകളുണ്ട്. വാട്ട്, വാട്ടെവർ. പഠിക്കാൻ എളുപ്പമാണ്, ഒരു തവണ കേട്ടാൽ മതി. വാട്ട്, വാട്ടെവർ, വെന്ന്, വെന്നെവർ, വിച്ച്, വിച്ചെവർ. ഏതൊക്കെയാ? വാട്ട്, വാട്ടെവർ, വെന്ന്, വെന്നെവർ, വിച്ച്, വിച്ചെവർ, ഹൂ, ഹൂം, ഹൂവർ, വേർ, വേറെവർ, അതുപോലെ വൈൽ. വാക്കുകൾ ഏതൊക്കെയാ? വാട്ട്, വാട്ടെവർ, വെന്ന്, വെന്നെവർ, വിച്ച്, വിച്ചെവർ, ഹൂ, ഹൂം, ഹൂവർ, വേർ, വേറെവർ, അതുപോലെ വൈൽ. ഇനി ഓയിൽ വരുന്ന വാക്ക് വൺസ്, എന്നിൽ വരുന്ന വാക്ക് നോ സൂണർ ദാൻ. ഓയിൽ വരുന്ന വാക്ക് വൺസ്, എന്നിൽ വരുന്ന വാക്ക് നോ സൂണർ ദാൻ. നമ്മൾ ഈ പറഞ്ഞ വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് സെന്റൻസിൽ എവിടെയെങ്കിലും വന്നാൽ അത്തരം സെന്റൻസുകൾ എന്തായിരിക്കും? കോംപ്ലക്സ് സെന്റൻസുകളായിരിക്കും. അത്തരം സെന്റൻസുകൾ കോംപ്ലക്സ് സെന്റൻസുകൾ ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞേ കോഡ്. എന്ത് കോംപ്ലക്സ് സെന്റൻസിന് പഠിച്ച കോഡ് എങ്ങനെയാ? ശബരി യുറ്റി വോൺ. എസിൽ വരുന്ന വാക്ക് സിൻസ്, എ ആണെങ്കിൽ എച്ച് ആണെങ്കിൽ ഹൗ, എയിൽ വരുന്ന വാക്ക് അസ്, അസിഫ്, ബിയിൽ വരുന്ന വാക്ക് ബിക്കോസ്, ബിഫോർ, ബിക്കോസ്, ബിഫോർ, അടുത്ത എയിൽ വരുന്ന വാക്ക് ആൾദോ, ആഫ്റ്റർ, ആറിൽ വരുന്ന വാക്ക് ആൾദോ, ആറിൽ വരുന്ന വാക്ക് റെയർലി, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, വെന്ന്. ഐയിൽ വരുന്ന വാക്ക് ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. യുയിൽ വരുന്ന വാക്ക് അൺലെസ്. ടിയിൽ വരുന്ന 3 വാക്ക് ദോ, ത്രൂ, ദാറ്റ്. ടിയിൽ വരുന്ന 3 വാക്ക് ദോ, ത്രൂ, ദാറ്റ്. ഡബ്ല്യൂയിൽ വരുന്ന വാക്ക് വാട്ട്, വാട്ടെവർ, വെന്ന്, വെന്നെവർ, വിച്ച്, വിച്ചെവർ, ഹൂ, ഹൂം, ഹൂവർ, അതേപോലെ വേർ, വേറെവർ, വൈൽ. ഓയിൽ വരുന്ന വാക്ക് വൺസ്, എന്നിൽ വരുന്ന വാക്ക് നോ സൂണർ ദാൻ. നോക്കിയേ ചോദ്യങ്ങൾ നോക്കിയേ. നോക്കിയ അൺലെസ് യു സ്റ്റഡി, അൺലെസ് യു സ്റ്റഡി യു വിൽ ഫെയിൽ. നമുക്ക് എന്ത് വന്നിരിക്കുന്നു? അൺലെസ് എന്ന വാക്ക് വന്നിരിക്കുന്നു. അൺലെസ് വരുന്ന സെന്റൻസ് ഏതാ? കോംപ്ലക്സ് സെന്റൻസ് ആണ്. നമുക്ക് അടുത്തത് ഇഫ് ഐ ഹാവ് മണി ഐ വിൽ ബൈ എ കാർ. ഇഫ് വരുന്ന സെന്റൻസ് ഏതാ? കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഹി സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു സ്കൂൾ. കണ്ടോ ദാറ്റ് വന്നിട്ടുണ്ട്. ഏത് ടൈപ്പാ? കോംപ്ലക്സ് സെന്റൻസ്. ദ ചിൽഡ്രൻ ലാഫ്ഡ് വെൻ ദേ സാ എ ക്ലൗൺ. നോക്ക് വെൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഏത് സെന്റൻസ് ആ? കോംപ്ലക്സ് സെന്റൻസ്. ഹി ഈസ് സ്ലീപ്പിംഗ് ബിക്കോസ് ഹി ഈസ് ടയേർഡ്. ബിക്കോസ് എന്ന വാക്ക് വന്നിരിക്കുന്നു. ഏത് ടൈപ്പ് സെന്റൻസ് ആ? സിംഗിള് അല്ലെങ്കിൽ കോംപ്ലക്സ് സെന്റൻസ്. അതുപോലെ ദിസ് ഈസ് ദ ബോയ് ഹു സിങ്സ് എ സോങ്. ഹു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഏത് ടൈപ്പ് സെന്റൻസ് ആ? കോംപ്ലക്സ് സെന്റൻസ്. കിട്ടുമോ? അപ്പോൾ വളരെ എളുപ്പമാണ്. ലാസ്റ്റ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. അപ്പം നോക്കിയോണേ, ഒന്നിലധികം മെയിൻ ക്ലോസും അതുപോലെ സബോർഡിനേറ്റ് ക്ലോസും, രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. നിങ്ങൾ അങ്ങനെയൊന്നും പഠിക്കണമെന്നില്ല. നമ്മൾ ഫാൻ ബോയ്സ് പഠിച്ചു. ഫാൻ ബോയ്സ് ഏതിൽ പഠിച്ചതാ? കോമ്പൗണ്ട് സെന്റൻസിന് പറഞ്ഞ കോഡാണ്. ശബരി യുറ്റി വോൺ പഠിച്ചു. അതിൽ ഏതിൽ പഠിച്ചതാ? അത് കോംപ്ലക്സ് സെന്റൻസിന് പഠിച്ചതാണ്. അപ്പൊ ഫാൻ ബോയ്സിലെയും ശബരി യുറ്റി വോണിലെയും വാക്കുകൾ ഒരു സെന്റൻസിൽ വന്നാൽ അത്തരം സെന്റൻസുകൾ ഏതായിരിക്കും? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. ഫാൻ ബോയ്സിലെയും ശബരി യുറ്റി വോണിലെയും വാക്കുകൾ
അതായത് കോമ്പൗണ്ടിനെ സൂചിപ്പിച്ച ഫാൻ ബോയ്സും കോംപ്ലക്സിനെ സൂചിപ്പിച്ച ശബരി യൂറ്റിയോണിലെയും വാക്കുകൾ, ഈ രണ്ട് കോഡിലും പഠിച്ച വാക്കുകൾ വാക്കിൽ ഏതെങ്കിലുമൊക്കെ ഒറ്റ സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ അത്തരം സെന്റൻസുകൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസുകളായിരിക്കും. ഉദാഹരണം നോക്കാം. നോക്കിയേ, വെൻ ഐ എൻറ്റേഡ് മൈ റൂം. നോക്ക്, വെൻ ഐ എൻറ്റേഡ്, വെന്ന് വന്നിട്ടുണ്ട്. വെന്ന് നമ്മൾ ഏതിൽ പഠിച്ചതാ? കോംപ്ലക്സിൽ പഠിച്ചതാ. എൻറ്റേഡ് മൈ റൂം, മൈ വൈഫ് വാസ് സ്ലീപ്പിംഗ് ആൻഡ് മൈ സൺ വാസ് പ്ലേയിങ്. ആൻഡ് നമ്മൾ ഏതിൽ പഠിച്ചതാ? കോമ്പൗണ്ടിൽ പഠിച്ചതാ. അപ്പോൾ ഏതാ? കോമ്പൗണ്ട് കോംപ്ലക്സ് ആയി. ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock. നോക്ക്, ബിക്കോസ് ഐ ഹാഡ് ടു ഹിറ്റ് ദ ജിം ബട്ട് ഐ വാസ് ടു ടയർഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്. കണ്ടല്ലോ, ബിക്കോസ് നമ്മൾ കോംപ്ലക്സിൽ പഠിച്ചതാണ് ശബരിയിൽ, ബട്ട് നമ്മൾ ഫാൻ ബോയ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. വെൻ ഐ ഹേർഡ് ദ ന്യൂസ് ഐ വെന്റ് ടു സ്പോട്ട് ആൻഡ് കളക്റ്റഡ് ദ ഡീറ്റെയിൽ. വെന്ന് നമ്മൾ കോംപ്ലക്സിൽ പഠിച്ചു, അതേപോലെ ആൻഡ് നമ്മൾ ഫാൻ ബോയ്സിൽ പഠിച്ചു, കോമ്പൗണ്ടിൽ പഠിച്ചു. അതുകൊണ്ട് അത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇനി നോക്കിയേ, ഇപ്പൊ നമ്മൾ 4 തരം സെന്റൻസുകളാണ് പഠിച്ചത്. സിമ്പിൾ സെന്റൻസ് എന്താണെന്ന് പറഞ്ഞു, അല്ലെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാ? ഒന്ന് ജസ്റ്റ് എന്നോടൊപ്പം ഒന്ന് റിവൈൻഡ് ചെയ്ത് എല്ലാവരും. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ING, ബിസൈഡ്സ്, 2+1, 2 ഇനഫ് ടു വരുന്ന സെന്റൻസ് സിമ്പിൾ. രണ്ടാമത് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് പഠിച്ചു, ഫാൻ ബോയ്സ് പഠിച്ചു, അല്ലെങ്കിൽ ഫാൻ ബോയ്സിൽ പഠിച്ച വാക്കുകളും, പിന്നെ അതേപോലെ ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നെവർത്തിലെസ്, ദെയർഫോർ, പിന്നെ അതേപോലെ ബോത്ത് ആൻഡ് വരുന്ന സെന്റൻസുകൾ കോമ്പൗണ്ട് സെന്റൻസിന് പഠിച്ചു. ഇനി കോംപ്ലക്സ് സെന്റൻസിന് പഠിച്ചത് ശബരി യൂറ്റി ഓൺ എന്ന് പഠിച്ചു, അതിനകത്ത് വാക്കുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് ഫാൻ ബോയ്സിലെയും ശബരി യൂറ്റി ഓണിലെയും വാക്കുകൾ ഒറ്റ സെന്റൻസിൽ വരുന്നു എന്ന് പറഞ്ഞു. ഇനി താഴെ തന്നിരിക്കുന്ന സെന്റൻസുകൾ ഏതാണെന്ന് നിങ്ങൾ എന്നെ വായിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. ഹി ഡ്രൈവ്സ് എ ഫാസ്റ്റ് കാർ. ഹി ഡ്രൈവ്സ് എ ഫാസ്റ്റ് കാർ. നിങ്ങൾ എന്നെ പറഞ്ഞു നോക്കിയേ, എല്ലാവരും ഒന്ന് ഉത്തരങ്ങളൊന്ന് പറഞ്ഞു നോക്കണേ. നോക്ക്, ഹി ഡ്രൈവ്സ് എ ഫാസ്റ്റ് കാർ. അതിനകത്ത് വേറെ വാക്കുകളൊന്നുമില്ല, ഒരു പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസ്, അത് സിമ്പിൾ സെന്റൻസ്. ഇത് തന്നെയായിരിക്കും കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഞാൻ എഴുതുമ്പോഴത്തേക്കും നോക്കിക്കോണം ശരിയാണോ. രണ്ടാമത്തെ ഐ വിൽ കോൾ യു വെൻ ഐ അറൈവ്. ഐ വിൽ കോൾ യു വെൻ ഐ അറൈവ്. നോക്ക്, അവിടെ വെന്ന് വന്നിരിക്കുന്നു. വെന്ന് വന്നു കഴിഞ്ഞാൽ അത് ഏതാ? കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ്. അടുത്ത ചോദ്യം നോക്കിയേ, ഓൾദോ ഷീ ഈസ് ടയർഡ് ഷീ കണ്ടിന്യൂസ് ടു വർക്ക്. നോക്ക്, അവിടെ ഓൾദോ വന്നിരിക്കുന്നു. ഓൾദോ വന്നു കഴിഞ്ഞാൽ അത് ഏതാ? ഏത് സെന്റൻസാ? സിമ്പിൾ സെന്റൻസ്. സിമ്പിള് സെന്റൻസ്. സിമ്പിൾ. അടുത്ത് നോക്കിയേ, വൈൽ ഷീ വാസ് ടോക്കിംഗ് ദ ഫോൺ റാങ്. നോക്ക്, വൈൽ, WHIL, വൈൽ വന്നു. ഏത് സെന്റൻസാ? കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ്. നമുക്ക് സിമ്പിൾ അല്ല കേട്ടോ, ഇവിടെ ഓൾദോ വരുന്നുണ്ട്. ആ സെന്റൻസ് ഏതാ? ഓൾദോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് ആണ്, ഞാൻ സിമ്പിൾ എന്ന് എഴുതിയിരിക്കുന്നത്. കോംപ്ലക്സ് സെന്റൻസ്. സിമ്പിൾ അല്ല, കോംപ്ലക്സ്. ഇതും കോംപ്ലക്സ് സെന്റൻസ്. അടുത്ത് നോക്കിയേ, ഇറ്റ് വാസ് കോൾഡ് ഔട്ട്സൈഡ് യെറ്റ് ദേ സ്റ്റിൽ വെന്റ് സ്വിമ്മിങ്. കണ്ടോ, യെറ്റ് വന്നിരിക്കുന്നു. യെറ്റ് ഫാൻ ബോയ്സിൽ പഠിച്ചതാണ്. ഏതാ സെന്റൻസ്? കോമ്പൗണ്ട് സെന്റൻസ്. അടുത്ത ചോദ്യം നോക്കിയേ, ദ ട്രെയിൻ വാസ് ഡിലേഡ് സോ വി ഹാഡ് ടു വെയിറ്റ് ലോങ്ങർ. സോ വന്നിരിക്കുന്നു. സോ വരുന്നോണ്ട് സെന്റൻസ് ഏതാ? സോ വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് സെന്റൻസ്. അടുത്ത ചോദ്യം നോക്കിയേ, ദ ഡോഗ് ബാർക്ക് അറ്റ് സ്ട്രേഞ്ചർ. ദ ഡോഗ് ബാർക്ക് അറ്റ് ബാർക്ക്. ദ ഡോഗ് ബാർക്സ് എന്ന് എഴുതിക്കണം. ബാർക്സ് അറ്റ് എ സ്ട്രേഞ്ചേഴ്സ്. സിമ്പിൾ സെന്റൻസ് ആണ്, കാരണം വേറെ വാക്കുകളൊന്നുമില്ല. പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസ് സിമ്പിൾ ആണ്. അടുത്ത ഐ വാഷ്ഡ് ദ കാർ ആഫ്റ്റർ ഐ കെയിം ഹോം. എന്ത് ചെയ്യുന്നൂടെ? ഓൾദോ ആഫ്റ്റർ. ഏതാ ആഫ്റ്റർ വരുന്നത്? ഏത് സെന്റൻസാ? കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ്. അടുത്ത ചോദ്യം നോക്കിയേ, ഷീ ക്രൈഡ് ബിക്കോസ് ഷീ ലോസ്റ്റ് ഹെർ വാലറ്റ്. ബിക്കോസ് വരുന്ന സെന്റൻസ് ഏതാ? കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ്. അടുത്ത ചോദ്യം നോക്കിയേ, ദേ സെലിബ്രേറ്റഡ് ബിക്കോസ് ഇറ്റ് വാസ് ഹെർ ബർത്ത്ഡേ. നോക്ക്, ബിക്കോസ് വന്നിരിക്കുന്നു. ഏതാ? കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ്. അടുത്ത ചോദ്യം നോക്കിയേ, വെൻ ഹി കെയിം ഹോം
ഹിസ് മദർ ഹഗ്ഡ് ഹിം. നമുക്ക് വെന്ന് വന്നിരിക്കുന്നു. ഏത് സെന്റൻസ് ആ? കോംപ്ലക്സ് സെന്റൻസ്. ഐ ലവ് ഇംഗ്ലീഷ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇവിടെ ബിക്കോസ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഏതാ ബിക്കോസ് വരുന്നത്? കോംപ്ലക്സ് സെന്റൻസ്. ശബരിയിൽ ബിയിൽ വരുന്നത്. ബീയിങ് ലേസി ഷീ കുഡ് നോട്ട് ഫിനിഷ് ഹർ വർക്ക്. നോക്കടോ, ബീയിങ് ING തുടങ്ങിയിരിക്കുന്നു. സിമ്പിൾ സെന്റൻസ്. അടുത്തത് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതൊരു പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസ്, സിമ്പിൾ സെന്റൻസ് ആണ്. അടുത്ത് നോക്കിയേ, ദോ യു മേ ബി റോങ് ഐ കനോട്ട് സേ. ദോ ത്രൂ ദാറ്റ് ഒക്കെ വരുന്ന ഏതാ? കോംപ്ലക്സ് സെന്റൻസ്. ഏത് സെന്റൻസ് ആണെന്ന് ചോദിച്ചാൽ കോംപ്ലക്സ് സെന്റൻസ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് കൈൻഡ്സ് ഓഫ് സെന്റൻസ് ആണ് നോക്കിയത്. കൈൻഡ്സ് ഓഫ് സെന്റൻസിൽ സിമ്പിള്, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെന്റൻസുകൾ എങ്ങനെ കണ്ടെത്താം ഇതിനെ കുറിച്ചാണ് നോക്കിയത്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചോദ്യത്തിൽ ഒരു സിമ്പിൾ സെന്റൻസ് വന്നിട്ട് അതിനെ കോമ്പൗണ്ടിലോട്ട് മാറ്റാൻ വേണ്ടി പറഞ്ഞു. വേറെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരം ചോദ്യങ്ങൾ പേടിക്കേണ്ട, നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യും. അപ്പം അത്തരം ചോദ്യങ്ങൾ എങ്ങനെ കണ്ടെത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം കോമ്പൗണ്ടിന് കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിൽ ഏതെങ്കിലും വാക്ക് വരുന്ന രീതിയിൽ ആ സെന്റൻസിന് എഴുതിയിട്ടുണ്ടോ നോക്കുക. അതായത് ഫാൻ ബോയ്സിൽ പഠിച്ച വാക്കുകൾ വരുന്ന രീതിയിൽ ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടാ നോക്കുക. അത് തന്നെ ഉത്തരം. അപ്പോൾ അതിനെ കോംപ്ലക്സിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ ശബരി യൂട്യൂബോണിൽ വരുന്ന വാക്കുകൾ വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടാ നോക്കുക. എങ്കിൽ അത് തന്നെ ഉത്തരം. നമുക്ക് നന്നായിട്ട് ചോദ്യം അല്ലെങ്കിൽ ടോപ്പിക്ക് എഴുതിയെടുത്തതിന് പഠിക്കുക. അടുത്ത ദിവസം ഇതിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.